ഹായ് ഗായ്സ്, അപ്പം ഇറ്റലിയിലുള്ള നമ്മുടെ നേപ്പിൾസ് ഒന്നല്ല, പക്ഷേ നേപ്പിൾസിൻ്റെ അടുത്തായിട്ട് വരുന്നൊരു മാർക്കറ്റായിട്ട് ഇത്. നമ്മളപ്പം ഇവിടെ മെർക്കാത്തോ ഉണ്ടെന്ന് അലയുടെ മമ്മി പറഞ്ഞത് അനുസരിച്ചുള്ള അറിവിൽ നമ്മൾ പോയി നോക്കിയതാണ്. അവിടെ കടനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ബംഗ്ലാദേശ് ഇല്ലാത്ത ഒരു മെർക്കാത്തോ കാണുന്നത് കേട്ടോ. അത് ഇവിടെയായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ബംഗ്ലാദേശ് പേരിന് പോലും ഞാൻ കണ്ടില്ലായിരുന്നു. ബംഗ്ലാദേശിലത്തെ മാർക്കറ്റ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഗൈസ്. സാധാരണ ഇറ്റലിയിലുള്ള എല്ലാ ഗേൾസിനും അറിയാവുന്ന ബംഗ്ലാദേശുകാർ നമ്മളെ നോക്കുന്ന നോട്ടം അത് ഇവിടെ നികത്തി തന്നത് ആരാന്നറിയാമോ? ഇവിടുത്തെ തന്നെ ഇറ്റാലിയൻസ് നികത്തി തന്നു കേട്ടോ. എനിക്കറിയത്തില്ല, അവർ ഭയങ്കര എന്താ പറയുക കൗതുകമാണോ എന്താണെന്ന് അറിയത്തില്ല, വല്ലാത്ത നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലയുടെ മമ്മി എന്നോട് പറഞ്ഞത് അത് കൗതുകമായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കെന്താ ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു ആ നോട്ടങ്ങളൊന്നും അവരുടെ. പൊതുവെ ബംഗ്ലാദേശുകാർ നോക്കുന്ന പോലെ തന്നെ അവരും നോക്കിയത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വന്നത് കേട്ടോ. ഡ്രസ്സ് വാങ്ങാനായിരുന്നില്ല മെയിൻലി നമ്മൾ വന്നത്. അലയുടെ മമ്മി പറഞ്ഞായിരുന്നു ഇവിടെ എനിക്ക് ആവശ്യമുള്ളൊരു സംഭവം കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അത് നോക്കാനാണ് വന്നത്. പക്ഷെ നമുക്ക് ആ സംഭവം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞിട്ട് പിന്നത്തേക്ക് ഒരാഴ്ചത്തേക്ക് അവർ റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. അതിനാണ് വന്നത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ ഈ മാർക്കറ്റ് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചത്. മേ ബി എൻ്റെ സ്കിൻ കളർ കൊണ്ട് തന്നെയാണ് ഇവർ നോക്കുന്നത്. അത് അലയുടെ മമ്മി പറഞ്ഞായിരുന്നു, സ്കിൻ കളർ കൊണ്ടാണ് നിന്നിങ്ങനെ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താല്ലേ, പണ്ടൊരു ദിവസം എൻ്റെ അടുത്ത് എൻ്റെ ഒരു പേഷ്യൻ്റ് ഇറ്റാലിയുടെ പേഷ്യൻ്റ് അല്ല, എൻ്റെ ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇന്ത്യയിൽ നിന്ന് വന്ന് ഞങ്ങളുടെ ഇറ്റാലിയൻ ഡോക്ടർ റുബാര ചെയ്തുവല്ലേ എന്ന്, അതായത് കട്ടെടുത്തല്ലേ എന്ന് പറഞ്ഞ്. ഇന്ത്യയിൽ നിന്ന് വന്ന് ഞങ്ങളുടെ ഡോക്ടർ നീ കട്ടെടുത്തല്ലേ എന്ന് എൻ്റെ അടുത്ത് പേഷ്യൻ്റ് തമാശയ്ക്ക് പറഞ്ഞായിരുന്നു. ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു, ഇവരെന്താണ് ഇങ്ങനെ നോക്കുന്നതെന്നുള്ള രീതിയിൽ. എനിവേ അതൊക്കെ ഒരു പാട്ട് അല്ലേ, അതവിടെ നിൽക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചത്. നമ്മൾ ക്രിസ്മസിന് ഇവിടെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. ഈ സാധനം ഞാൻ വാങ്ങിയായിരുന്നു. അപ്പോൾ അലയുടെ മമ്മി പറഞ്ഞു, ഇല്ല നീ ഇത് വാങ്ങണ്ട, ഞാൻ നിനക്ക് വാങ്ങിത്തരാം. ഇത് നമ്മൾ വാങ്ങില്ല ഒരിക്കലും, പക്ഷെ നമ്മളിത് മറ്റുള്ളവർക്ക് ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ കണ്ണ് കിട്ടാതിരിക്കാനുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇത് രണ്ട് വാങ്ങിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.